ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരുടെ സ്നേഹം തുറന്നു പറയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അഖാഹു ثم لم يطلعه عليه ثم لم يطلعه عليه انه يحبه فقد خانه. ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുകയും സ്വന്തം മക്കളാകട്ടെ ഇഷ്ടമുണ്ടാവുകയും ആ ഇഷ്ടം അവരുടെ മേൽ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അത് വഞ്ചനയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാടില്ല, ചെയ്യാൻ പാടില്ല, അത് വഞ്ചനയാണ്. രണ്ടാമത്തേതാണ് ആ ഇഷ്ടത്തിൻ്റെതാകുന്ന തലം തീർക്കുന്നത് സ്പർശനം. ആ സ്പർശനം ഒന്നാമത് ചുംബനത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ആദ്യം വേണ്ടത് മുസാഫഹത്ത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എത്ര കാലമായി മുസാഫഹത്ത് ചെയ്ത്? കല്യാണത്തിന് അന്നങ്ങാണ്ട് കൈ പിടിച്ച പിന്നെ അല്ല കൈക്ക് പിടിച്ചിട്ട് പോലും അവളുടെ കൈക്ക് പിടിക്കുന്നതിനേക്കാൾ നല്ലത് അയറ നല്ല അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കണം, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സ്വന്തം ഏത് പെണ്ണിന്റെ കൈയാണെന്ന് തിരിച്ചറിയോ? നമ്മുടെ പെണ്ണുങ്ങളുടെ കൈ ഇതാണെന്ന് തിരിച്ചറിയോ? കൊണ്ടെത്തന്നാൽ കൈക്ക് പിടിച്ചിട്ട് കുറെ നാളായി. അവര് മീൻ വെട്ടുകയും അരക്കല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ചു വെക്കും. അവസാനം കൈയൊക്കെ എല്ലാം പോയി, പഴയ സോഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ പറയും. ഇതാ ഒരു മടി ആഫിയത്ത് കൊടുക്കണ്ടേ? എന്നത് ഉറക്കം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി താത്ത് ഇടും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം പറയണം, ഇല്ലെങ്കിൽ തലയ്ക്ക് അടിയും കിട്ടും. ഉറക്കം പറഞ്ഞു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തു വന്നത് നമ്മുടെ വീട്ടിലേക്ക്. വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ജീവിക്കാൻ. അവളുടെ വീട്ടിൽ 14, 15, 20 വർഷമൊക്കെയാണ് ജീവിച്ചത്. അതിലേക്കാൾ ഏറെ 30 കൊല്ലം 40 കൊല്ലമായിട്ട് നീയുമായി ജീവിക്കാൻ എത്രയോ നാളായി. അവളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ അകന്ന് നിന്നോടൊപ്പം മനോഹരമായ ജീവിതം നയിക്കുക. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുക, അത് ഭയങ്കര എഫക്റ്റാണ്. മക്കളുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുക. മക്കൾ സ്കൂളിൽ കൂടെ വരുമ്പോഴത്തേക്കും വാപ്പ ഇങ്ങനെ കൈക്ക് പിടിക്കുക. നേരെ വന്നിട്ട് അവരെ ചേർത്ത് അണച്ചു പിടിക്കുക. ആദ്യം തന്നെ അവരുടെ കൈക്കൊന്ന് പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. രണ്ട് കൈയിലും. ഒരു കൈ ഇങ്ങനെ കൊടുക്കല് തക്കബ്ബുറിന്റെ ലക്ഷണമാണെന്നാണ്. രണ്ട് കൈയും ചേർക്കുക. ഒരു കൈ അവിടെ നിന്ന് വെക്കുന്നു, അവൾ ഇങ്ങോട്ട് വെക്കുന്നു, അതിന്റെ പുറത്ത് നമ്മുടെ കൈയും വരുന്നു. അതാണ് ഏറ്റവും തവാദു, വിനയത്തിന്റെ ശൈലിയാണ്. അങ്ങനെ വെക്കണം. ഇങ്ങനെ ഒരു മുസാഫഹത്ത് നമ്മൾ ചെയ്യലുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുസാഫഹത്ത് ചെയ്യണേ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അക്കാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ശൈലിയിൽപ്പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് ചോദിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നഅം യാ ഖതാദ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു, അവിടുത്തെ അനുയായി വൃന്ദത്തിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. മുസാഫഹത്ത് ഭയങ്കര ഗുണമുള്ള കേസാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിഖാ. മുസ്ലിമീങ്ങളായ രണ്ട് ആളുകൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതാകുന്ന നേരമെത്തുമ്പോ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്പരം കണ്ടുമുട്ടുന്നതായ മുസ്ലിമീങ്ങൾ മുസാഫഹത്ത് ചെയ്തിട്ടാണ് പിരിയുന്നത് എങ്കിൽ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. രണ്ട് മുസ്ലിം സഹോദരിമാർ ഇങ്ങനെ കണ്ടിട്ട് പിരിയുന്നതിന് മുമ്പ് അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് കൂടി ചെല്ലിയാൽ ബെറ്ററായി. എപ്പോഴും എന്ത് സുന്നത്തില്ല? മുആനക്ക സുന്നത്തില്ല. മുആനക്ക എന്ന് പറയുന്നത് എന്താ? കെട്ടിപ്പിടിക്കുക. ചില ആളുകളുണ്ട് കാണുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് വാരിയെല്ലാം കോർത്ത് ഒരു അമക്കമക്കിട്ട് പോകും. പിന്നെ നമുക്ക് 5 ദിവസത്തെ വാവ് തീരുമാനമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുആനക്ക ചെയ്യണ്ട്. അല്ലാഹ് ചിലര് കൈക്ക് പിടിച്ചിട്ട് എല്ലുണ്ടോ എന്ന് പരിശോധിക്കും. ഖദർ അലൈഹി ഇസ്ലാം ആണോ നോക്കാൻ വേണ്ടി നമ്മുടെ കൈക്ക് പിടിച്ച് അമക്കി തീരുമാനമാക്കി വെച്ചു.
നബി അല്ലേ പഠിച്ചാൻ നമുക്കല്ലേ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിലൂടെ എങ്കിലും അങ്ങനെയുള്ളവർ കേട്ടിട്ട് നന്നാവട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. ചില പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കിട്ടിയ ചാൻസ് അല്ലേ. വാർക്കപ്പണിക്കൊക്കെ പോകുന്ന നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച് വടച്ച 3 ദിവസത്തേക്ക് പിന്നെ കൈ കൊടുക്കലില്ല. കൈ പോക്കറ്റിട്ടുണ്ടോ വരും, ഇല്ലെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മുസാഫാത്ത് ചെയ്യൽ എപ്പോഴും വേണം, സുന്നത്തുള്ള പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ വേണ്ട. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? മുആനക, കെട്ടിപ്പിടിക്കുക. അതെപ്പോഴും ദീർഘയാത്ര കഴിഞ്ഞു വരുന്നവരെ സുന്നത്ത്. ഹജ്ജ്, ഉംറ, അല്ലെങ്കിൽ കുറെ നാളായി കണ്ടിട്ട് ഒരുപാട് വിടവുകളുണ്ട്, ഒരുപാട് യാത്രയെ കഴിഞ്ഞു വന്ന ആളാ. അങ്ങനെ കാണുമ്പോഴാണ് എന്ത് മുആനക സുന്നത്തുള്ളത്, കെട്ടിപ്പിടിക്കുക. അതിങ്ങനെ വലത്തെ തോളിൽ വീണ്ടും ഇപ്പുറത്ത് അങ്ങനെ 3 പ്രാവശ്യം. അത് കവളുകൾ തമ്മിൽ ചേർക്കുക. അറബികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചുംബിക്കൽ വേണോ? ചുംബിക്കൽ അതുപോലെ സാലിഹീങ്ങളായ ആളുകളാണെങ്കിലും ഒക്കെ, അല്ലാതെ എല്ലാവരും പിടിച്ച് ചുംബിക്കാന്നല്ല. ആണുങ്ങളോടാണ് ചെയ്യാനത് കേട്ടോ, ഈ മുസാഫാത്തൊക്കെ. അല്ലാതെ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്ത് താത്ത പറഞ്ഞാലും മുസാഫാത്ത് പരസ്പരം സ്നേഹം വർദ്ധിക്കും. അതല്ല ഈ പറഞ്ഞ ആണുങ്ങളോട്, സ്ത്രീകളോട്. നമ്മൾ വീട്ടിലുള്ളവരുടെ ആദ്യം ചെയ്യുക. അതിനപ്പോ ഇത് പറഞ്ഞത്. ഭർത്താവ് ഭാര്യയോട് ചെയ്യും. എത്ര കാലമായിട്ട് കൈക്ക് പിടിച്ച്, മക്കളുടെ കൈക്ക് പിടിച്ചിട്ട് എത്ര കാലമായി? പാപ്പ ഒന്ന് കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കി, ഒരു 5 മിനിറ്റ്. മകളെ വിളിച്ചിട്ട് മോളെ ആഹത്തന്നെ പാപ്പ സംസാരിച്ചു നോക്കിയേ, അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം മനസ്സിൽ. എന്തൊരു ആനന്ദമായിരിക്കും. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മകളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞ, വാപ്പ എത്ര കാലമായി, ഉമ്മ എത്ര നേരമായി അവളോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അതിന് നേരെയില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ മൊബൈലല്ലേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് മുസാഫത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതിന് മുമ്പായി തന്നെ അല്ലാഹു പാപങ്ങൾ പൊറുക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.